ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കുറേ ദിവസമായില്ലേ ഞാൻ വീഡിയോ ഇട്ട് വന്നിട്ട്. കുറേ സങ്കടകരമായ കാര്യങ്ങൾ നടന്നുകൊണ്ടോ ജീവിതത്തിൽ. അതാണ് ഞാൻ പിന്നെ വീഡിയോ ഇടാനും ഒന്നിനൊരു മൂടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ സൈഡിലത്തെ ഒരു 2-3 മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മുറിച്ചു. അതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര സങ്കടമുള്ള വിഷയങ്ങളായിരുന്നു. അതുപോട്ടെ. രാവിലെ എൻ്റെ മോള് കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ആൾക്ക് എന്തോ സ്കൂളിൽ എന്തോ പരിപാടി എന്തോ ഉണ്ട്. അതാണ് നല്ല കളർഫുൾ ടീഷർട്ട് പാൻറ്റും ഒക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട് പോകണത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഇവിടെ ഒരു പുതിയൊരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് അതിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ആകെ സ്ട്രെസ്ഫുള്ളായ ലൈഫായ കാരണം കൊണ്ട് ഒന്ന് ജിമ്മിലൊക്കെ ഒന്ന് പോയി വർക്കൗട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടുമെന്ന് കരുതുന്നു. നമ്മുടെ വീട്ടിലാവുമ്പോൾ എത്ര ആയാലും വർക്കൗട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒട്ടും നടക്കുന്നില്ല. അപ്പോൾ രാവിലെ നമുക്ക് ജിമ്മിന് പോകാനുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ജിമ്മിൽ പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ വർക്കൗട്ട് നടക്കുമല്ലോ. അപ്പോൾ ജിമ്മിൽ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ പഴയ ജിമ്മിലുണ്ടായിരുന്ന ഒരു 1-2 ലേഡീസും വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് സെറ്റാക്കി. അപ്പോൾ ഇതിൻ്റെ താഴെ തന്നെ ഒരു കഫേ ഉണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ പിന്നെ സായിക്കുട്ടിക്ക് എന്തെങ്കിലും ഫുഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് സ്കൂൾ വിട്ട് വന്ന പാടവനെ കൊണ്ടുപോയതായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതി കഫേയിലൊക്കെ പോയി ഫുഡൊക്കെ വാങ്ങിച്ച് കൊടുത്തു. വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മോൾ കോളേജ് വിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ മോൾ വൈകുന്നേരമാണ് കേട്ടോ തല നനച്ച് കുളിക്കുക. അപ്പോൾ അവൾക്ക് ഞാൻ ന്യൂഡിൻ്റെ ക്യാരറ്റ് സീഡ് ഓയിലാണ് തേച്ച് കൊടുക്കുന്നത്. ആളെ മുടി അറ്റം ഒക്കെ പൊട്ടുന്നുണ്ട്. മുടി ഇപ്പോൾ അടുത്ത് ഭയങ്കരമായിട്ട് ഷോർട്ടാക്കിയിരുന്നുള്ള മുടി. അപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ മുടി ഇങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് സീഡ് ഓയിൽ നല്ലൊരു മണവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ മുടി നന്നായിട്ട് ഷൈനിങ് ആവാനും മുടിൻ്റെ അറ്റം പിളരിൽ നിൽക്കാനും മുടി വളരാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ആൾ തലയൊക്കെ നനച്ച് കുളിച്ച് വന്നു. അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇത് നല്ലൊരു ഗുഡ് സ്മെല്ലും ഉണ്ട് ഈ ഒരു ന്യൂഡിൻ്റെ ക്യാരറ്റ് സീഡ് ഓയിലിന് കേട്ടോ. പിന്നെ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് നമ്മൾ രാവിലെ വന്ന് ഫുഡ് ഉണ്ടാക്കുന്ന രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ. രാവിലെ തന്നെ വന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുകയാണ് ചെയ്യുക. ഏതോ ഒരു പല്ല് ഡോക്ടർ പറഞ്ഞിരുന്നു രാവിലെ നീട്ട് നമ്മൾ പല്ലും കൂടിയും തേക്കാതെ വെള്ളം കുടിക്കണത്രേ. വായിൽ ആ സമയം നല്ല നല്ല ബാക്ടീരിയകൾ ഉണ്ടാവുന്ന സമയമാണത്രേ. അപ്പോൾ ഞാൻ രാവിലെ എപ്പോഴും എഴുന്നേറ്റ് പല്ല് തേക്കാറില്ല. അയ്യോ എനിക്ക് വയ്യ. അപ്പോൾ നമ്മൾ രാവിലെ ക്യാരറ്റ് പുട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ക്യാരറ്റൊക്കെ നന്നായിട്ട് കഴുകി ക്യാരറ്റ് ചിരകിയിട്ട് ഇങ്ങനെ പുട്ടുപൊടിയിൽ മിക്സ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കുന്നതാണ് കരുതുന്നത്. സാധാരണ നമ്മൾ നോർമൽ പുട്ടുണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ക്യാരറ്റ് വെറുതെ കൊടുത്തവരാരും കഴിക്കത്തില്ലല്ലോ. അപ്പോൾ ഒരു ക്യാരറ്റ് ഇങ്ങനെ പുട്ടിൽ മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ കഴിച്ചോളുമല്ലോ. പിന്നെ എനിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ക്യാരറ്റ് പുട്ടിന് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ രാവിലെ ഇക്ക വന്നിട്ട് എനിക്ക് തേങ്ങ ഒക്കെ ചിരവി ഒന്ന് ഹെൽപ്പാക്കി കേട്ടോ. അപ്പോൾ ഇക്കയും പറഞ്ഞു ഇക്കാക്കും വേണം തലയിലൊന്ന് എണ്ണ തേച്ചിട്ട് കുളിക്കാമെന്ന്. അപ്പോൾ ഞാൻ രാവിലെ മൂപ്പരൊന്ന് പ്രകൃതിയിലേക്കൊന്ന് ഇറക്കി കൊടുന്ന് ഞാൻ ഇക്കാക്കും കുറച്ച് ന്യൂഡിൻ്റെ ക്യാരറ്റ് സീഡ് ഓയിൽ തേച്ച് കൊടുത്തു കേട്ടോ. ഇക്കാക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഗുഡ് സ്മെല്ലൊക്കെ ഉണ്ടെന്ന് ഇക്കയും പറഞ്ഞു. അപ്പോൾ തലയിൽ എണ്ണ തേച്ചിട്ട് പിന്നെ കുറേ മസാജൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളെ ക്യാരറ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് പുട്ട് മാത്രമല്ല ഇന്നുമോൾ കോളേജിൽ പോകാനും റെഡി ആയിട്ടുണ്ട്. ആൾക്ക് ഇന്ന് എത്നിക് വിയേഴ്സിൻ്റെ ദിവസമാണ്. അപ്പോൾ ആൾ ഇങ്ങനെ ചുരിദാറൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആളൊക്കെ പുട്ടൊക്കെ കഴിച്ചു ആൾ കോളേജിൽ പോയി. അങ്ങനെ ഇന്നോളം സായിക്കുട്ടിയൊക്കെ സ്കൂളിൽ പോയി. എനിക്ക് പിന്നെ ഇറച്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇറച്ചി മുറിക്കാൻ പോണതിൻ്റെ മുമ്പ് ഞാൻ ആദ്യം ഫോണിലൊരു ചെറിയൊരു പാട്ട് വെക്കും. കാരണം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഒരു ബോറടി ഉണ്ടാവില്ല, അതില്ലായിരിക്കാനാണ് കേട്ടോ. ഞാൻ പിന്നെ പൗഡറൊക്കെ ഇട്ട് ഞാൻ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ വീട്ടിലത്തെ ഒട്ടുമിക്ക ജോലികളും ചെയ്യാം. നമ്മുടെ മുഖം മാത്രം സംരക്ഷിച്ചാൽ പോരല്ലോ, നമ്മളെ കൈയും കാലും വേണമല്ലോ സംരക്ഷിക്കുക. നമ്മുടെ മുഖത്ത് നമ്മൾ എത്ര മേക്കപ്പ് ഇട്ടാലും ചെറുപ്പാക്കി തോന്നിയാലും കൈ നമ്മൾ സത്യം വിളിച്ച് പറയും. അപ്പോൾ നമ്മൾ കൈ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇറച്ചിയെല്ലാം മുറിച്ച് കഴിഞ്ഞു. ഇത് ഞാനൊരു പ്ലാസ്റ്റിക് കവർ, നമ്മൾ ഇറച്ചി കൊടുന്ന കവറാണെങ്കിലും മീൻ കൊടുന്ന കവറാണെങ്കിലും ഞാനിത് നന്നായിട്ടൊരു ഹാൻഡ് വാഷൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ ഈ കുടുംബശ്രീൻ്റെ ആളുകൾ വരുമല്ലോ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണക്കി വെക്കും കേട്ടോ. ഇത് ഉണക്കാൻ ഇത് അവിടെ ഒരു ഇങ്ങനത്തെ ഒരു സംഭവം ഹുക്ക് തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതാ ഇങ്ങനെ തൂക്കിയിടും. അപ്പോൾ തൂക്കിയിടുമ്പോൾ വെള്ളം അവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോയിക്കോളും. അത് പിന്നെ വീടിൻ്റെ അകത്തെ ഏരിയ ഇല്ലാത്ത കാരണം കൊണ്ട് വെള്ളം ഇറ്റാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ബാക്കി എല്ലാ സാധനങ്ങളും ഒക്കെ ഒന്ന് കഴുകി വെച്ചു. ഇന്ന് ഇത്ര ജോലികളുള്ളൂ കേട്ടോ, ബാക്കി പിന്നെ ജോലികളൊന്നുമില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഗ്ലൗസ് ഒക്കെ ഊരിക്കണ്ടോ. എൻ്റെ കൈയ്യും എന്തെങ്കിലും ജോലി ചെയ്തു എന്നറിയോ, കൈയൊന്നൊരു വൃത്തിയാക്കാറുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഇന്ന് തലയിലൊക്കെ ഒന്ന് എണ്ണ തേച്ച് വിസ്തരിച്ച് കുളിക്കാം എന്നാണ് കരുതിയിരിക്കുന്നത് കേട്ടോ. ഞാനും തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ന്യൂഡിൻ്റെ ക്യാരറ്റ് സീഡ് ഓയിലാണ് കേട്ടോ. മുടിയിൽ കുറേ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത കാരണം കൊണ്ടേ മുടി ഇപ്പോൾ നെറ്റി കയറുന്നുണ്ട്, അറ്റം പൊട്ടുന്നുണ്ട്, മുടി കൊഴിയിലുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ന്യൂഡിൻ്റെ ക്യാരറ്റ് സീഡ് ഹെയർ ഓയിലിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ക്യാരറ്റ് സീഡിൻ്റെ എക്സ്ട്രാക്റ്റ് മാത്രമല്ല, അത് ഒലിവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, വൈറ്റമിൻ ഇ, അലോവേറ എക്സ്ട്രാക്റ്റ്, ബ്രഹ്മി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. കൂടാതെ ഇത് പാരബൻ ഫ്രീ ആണ്, ISOൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, GMPൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റിയ ഒരു ഹെയർ ഓയിലാണ് കേട്ടോ.
പിന്നെ ഇത് അടിപൊളി പാക്കിങ്ങിലാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ പാക്ക് തുറന്നതാ ഇങ്ങനൊരു സംഭവമുണ്ട്. ഇത് നമ്മൾ എണ്ണ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കൺട്രോൾഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൺട്രോൾ വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഈ വൈറ്റ് ബോട്ടിൽ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ എണ്ണ ഒക്കെ. പിന്നെ ഈ ഓയിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഇതിന് നല്ല ഒരു മണമാണ് കേട്ടോ. നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ പോലും നമ്മളെ തലമുടിയിൽ ആ മണം തങ്ങി നിൽക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കാച്ചെണ്ണ തേക്കുമ്പോൾ വേറൊരു മണമായിരിക്കില്ല. അത് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഓയിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നമുക്ക് ഇങ്ങനെ നെറ്റ് കയറിയത് മാറാൻ, നമ്മൾ മുടി കൊഴിച്ചിൽ മാറാൻ, മുടിയുടെ അറ്റം പൊട്ടൽ, ഇതിനൊക്കെ നല്ലൊരു പ്രതിവിധിയായിരിക്കും കേട്ടോ. ഇത് 300 ml 500 രൂപയുള്ളൂ. അപ്പോൾ പോക്കറ്റ് ഫ്രണ്ട്ലി ആണല്ലേ. വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടോ തല വാഷ് ചെയ്യാം. ശരിക്കും ഈ ഓയിൽ യൂസ് ആക്കേണ്ടത് നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഓയിൽ നല്ലവണ്ണം തലയോട്ടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് മുടിൻ്റെ ടിപ്പിലൊക്കെ തേച്ച് 15 മിനിറ്റോളം മസാജ് ചെയ്തിട്ട് രാത്രി ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് വാഷ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ഈ നീരിറക്കത്തിൻ്റെ പ്രശ്നം ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് ഓക്കെയാണ്. എനിക്ക് ചെറുതായിട്ട് എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നീരിറക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാനിത് രാവിലെയാണ് കേട്ടോ തേക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ എണ്ണ തേക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ക്യാരറ്റ് സീഡ് ഓയിൽ വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെ മുടിൻ്റെ അറ്റം വളരുക, മുടി കൊഴിച്ചിൽ, മുടി നന്നായിട്ട് വളരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഈ എണ്ണ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് വാങ്ങിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ.